പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാധിപതിയും സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനുമായ സർവേശ്വര, ഈ പ്രഭാത സമയത്ത് നിന്റെ മക്കളായ അടിയങ്ങൾ അങ്ങയുടെ തൃപ്പാദത്തിൽ അടുത്തു വന്ന് കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കുന്നു. ഈ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടകരമായ വിഷയങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുകയും നയിക്കുകയും ചെയ്യണമേ. ഇന്ന് പ്രഭാതത്തിൽ 31-ാം സങ്കീർത്തനത്തിൽ നിന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീത സമൂഹമേ, ദൈവത്തിലുള്ള ആശ്രയവും സ്തോത്രവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വിലാപഗീതം തെറ്റായ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ യഹോവയിൽ തന്റെ വിശ്വാസവും ആശ്രയവും സ്ഥാപിക്കുകയും തന്റെ നിസ്സഹായതയെ കാണിച്ചു കൊടുക്കുന്ന ദൈവസഹായം യാചിക്കുകയും തനിക്ക് ലഭിച്ച വീണ്ടെടുപ്പിൽ ദൈവത്തെ സ്തുതിക്കുകയും യഹോവയിൽ ആശ്രയിപ്പാൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ദാവീദ് ശൗലിന്റെ ഉപദ്രവം മൂലം മാവോൻ മരുഭൂമിയിൽ പാർത്തപ്പോൾ എത്രയും ആവൽക്കരമായ ഒരു സാഹചര്യത്തിൽ എഴുതിയതായിട്ടാണ് ഐതിഹ്യത്തിൽ കാണുന്നത്. ഇതിന്റെ തുടക്കത്തിലും ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം പീഡാനുഭവത്തിന്റെ സങ്കീർത്തനം എന്ന് വിശേഷിക്കപ്പെടുന്നു. 22-ാം സങ്കീർത്തനത്തോടെ ഇതിന് സാമ്യമുണ്ട്. 4-ാമത്തെ മൊഴി സങ്കീർത്തനം 22-ന്റെ 1-ാം വാക്യവും 7-ാമത്തേതും അവസാനത്തേതുമായ മൊഴി സങ്കീർത്തനം 31-ാം അധ്യായം 5-ാം വാക്യവുമാണ്. ഈ സങ്കീർത്തനം യിരെമ്യാ പ്രവാചകന് പ്രിയങ്കരമായി അനുഭവപ്പെട്ടിരിക്കണം. ഏറെ യാതനകൾ അനുഭവിച്ച വ്യക്തിയായിരുന്നുവല്ലോ യിരെമ്യാ പ്രവാചകൻ. പ്രവാചകന്റെ കൃതികളിൽ ഈ സങ്കീർത്തനത്തെ പോലെ പല ഭാഗങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനക്കാരൻ 2-ാം വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കുന്നതിന് കോട്ടയുമായിരിക്കണമെന്ന്. ഇത് വിശാലമായ സ്ഥലത്ത് എത്തുമ്പോൾ സ്വസ്ഥതയെ അവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു എന്ന് 8-ാം വാക്യത്തിൽ പറയുന്നു. ഇടുക്കിൽ കൂടി കടക്കുകയും ഞെരുക്കത്തിലിരിക്കുകയും ചെയ്ത ഒരുവൻ ആ അനുഭവം കഴിഞ്ഞിട്ട് സാക്ഷിക്കുന്നത് ദൈവം അവനെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ്. പക്ഷികളെ മുട്ടത്തോടിന്റെ ഇടുക്കത്തിൽ നിന്ന് വികായസിന്റെ വിഷാദത്തിലേക്ക് നയിക്കുന്നവൻ, ചിത്രശലമാവുന്നതിന് മുമ്പ് കൂട്ടിൽ നിന്ന് പുറത്തിറക്കുന്നവൻ. പൂമ്പാറ്റയായി തീർന്ന ചിത്രശലഭം അതിന്റെ ആദ്യ ദശയിൽ, അതിന്റെ തപസ്സനുഷ്ഠിക്കുന്ന ദശയിൽ അതിന്റെ കൂട്ടിനകത്ത് വിമ്മിഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. ചിത്രശലഭവും മുട്ടത്തോടിൽ നിറങ്ങിയിരുന്ന പക്ഷിക്കുഞ്ഞും ഒരു പ്രതിസന്ധികൾ തരണം ചെയ്ത് കടന്നു വരുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യുവാൻ ദൈവം ശക്തി തരികയും ഒരു വിശാല സ്ഥലത്ത് സ്വസ്ഥയുടെ അനുഭവത്തിൽ നമ്മെ നിർത്തുകയും ചെയ്യും. അതിന് സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നോടുകൂടിയും നിങ്ങളോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും ഉണ്ടായിരിക്കുമാറാവട്ടെ.